ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സജീവമാകുന്ന ഓണം വിപണി. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങമാസം 1. പുതുവർഷം പിറന്നതോടെ ഓണവിപണിയും സജീവമാകുകയാണ്. ഓണത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ അവശേഷിക്കെ പലതരത്തിലുള്ള കച്ചവടങ്ങൾക്ക് തിരക്ക് ഏറുകയാണ്. കർക്കടകത്തിൽ അപ്രതീക്ഷിതമായി കടന്നുവന്ന പേമാരിക്കും കാലവർഷക്കെടുതികൾക്കും ശേഷം വിളവെടുപ്പിന്റെയും കാർഷികോത്സവത്തിന്റെയും നാളുകളാണ് വരുന്നത്. ചിങ്ങം 1 കർഷക ദിനമായി ആചരിക്കുകയാണ്. കാർഷിക വിപണിയിൽ പലതിനും വില കൂടിയിരിക്കുകയാണ്. കാലവർഷക്കെടുതിയിലുണ്ടായ വിളനാശവും കൃഷി കുറഞ്ഞതും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതലായി കാർഷിക വിഭവങ്ങൾ ഓണക്കാലത്ത് കേരളത്തിലേക്ക് എത്താൻ കാരണമാകുന്നു. കേരളത്തിലെ ഓണം വിപണി ലക്ഷ്യമാക്കി അയൽ സംസ്ഥാനങ്ങളിൽ കാർഷിക വിഭവങ്ങളും പൂക്കളും വെളിച്ചെണ്ണയുമെല്ലാം വൻതോതിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സര. കേരളത്തിലെ 10 ലക്ഷത്തോളം വരുന്ന വ്യാപാരി സമൂഹം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഓണം വിപണി. സാധാരണയായി വ്യാപാര മേഖല ഏറ്റവും സജീവമായ കാലഘട്ടമാണിത്. എന്നാൽ ഇത്തവണ ആവശ്യ സാധനങ്ങളുടെ വിലയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യാപാരികളെയും സാധാരണക്കാരെയും ഒരുപോലെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, പഴം, പച്ചക്കറികൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയിൽ 20% വരെ വർധനവുണ്ടായി. ഈ സാഹചര്യത്തിൽ സർക്കാർ അടിയന്തരമായി വിപണിയിൽ ഇടപെടേണ്ടതുണ്ട്. ഓണത്തിന് ആവശ്യമായ അരിയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ളവ തടസ്സമില്ലാതെ മിതമായ വിലയിൽ കേരളത്തിലെത്തേണ്ടതുണ്ട്. ഇതിനായി ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബന്ധപ്പെട്ട് അധികൃതരുമായി സർക്കാർ അടിയന്തരമായി ചർച്ച നടത്തണം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധയിനം അരികളുടെ മൊത്തവിലയിൽ കിലോഗ്രാമിന് 5 രൂപ മുതൽ 15 രൂപ വരെ വർധനവുണ്ടായി. വിപണി കണക്കുകൾ വ്യക്തമാക്കുന്നു. പഞ്ചസാരയുടെ വില കിലോഗ്രാമിന് 44 രൂപയിൽ നിന്നും 54 രൂപയായി ഉയർന്നു. ഇടയ്ക്ക് കുറഞ്ഞ വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്ന് ലിറ്ററിന് 300 രൂപ കടന്നിരിക്കുകയാണ്. വിലക്കയറ്റം സാധാരണക്കാരെ മാത്രമല്ല വ്യാപാരികളെയും ഗുരുതരമായി ബാധിക്കും. പ്രത്യേകിച്ച് ചെറുകിട വ്യാപാരികളാണ് ഇത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുക. വില വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഉപഭോക്താക്കൾ കുറവുണ്ടാകും. ഉപഭോഗം കുറയുമ്പോൾ വ്യാപാരിയുടെ വരുമാനവും കുറയും. ഒപ്പം സർക്കാരിന് GSTയും കുറയും. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിലക്കയറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ശുഭ സൂചനയല്ല. സാധാരണ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ മാത്രമേ വിപണി സജീവമാകൂ. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം. വിലക്കയറ്റം നിയന്ത്രിച്ച് സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ ആവശ്യ സാധനം ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനാവശ്യമായ സാഹചര്യം സർക്കാർ ഒരുക്കണം. ചെറുകിട വ്യാപാരികളെ ചേർത്ത് നിർത്തുക സമീപനമാണ് സർക്കാർ സ്വീകരിക്കേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിൽ കേരളത്തിലെ ഓണം പൂവിപണിക്ക് വേണ്ടി ആയിരക്കണക്കിന് ഏക്കറുകളിലാണ് പൂക്കൃഷി നടത്തുന്നത്. തെക്കൻ കേരളത്തിലെ പൂമാർക്കറ്റായ തിരുവനന്തപുരം ചാലയിൽ പ്രധാനമായും പൂക്കളെത്തുന്നത് തോവാളയിൽ നിന്നാണ്. നിമിഷങ്ങൾക്കകം പൂക്കളുടെ വില മാറുന്നത് ഓണവിപണിയിലെ പ്രത്യേകതയാണ്. പൂവില നിയന്ത്രിക്കുന്നതിന് ഇന്ന് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പലയിടങ്ങളിലും പൂക്കൃഷി നടത്തുന്നുണ്ട്. റെഡിമെയ്ഡ് പ്ലാസ്റ്റിക് അത്തപ്പൂക്കളം ഇന്ന് ലഭ്യമാണ്. നമ്മുടെ വാണിജ്യ സംസ്കാരം തന്നെ മാറിയിരിക്കുന്നു. എല്ലാം ഒരിടത്ത് തന്നെ ലഭ്യമാകുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. പത്രപ്രവർത്തകനും കോളമിസ്റ്റും എഴുത്തുകാരനുമായ ശ്രീ KR പ്രമോദ്. പണ്ട് ഓണം നിഷ്കളങ്കതയുടെ ആഘോഷമായിരുന്നു. ഇപ്പോഴങ്ങനെയാണോ? അല്ല. കാസർഗോഡ് മുതൽ പാറശാല വരെ ഒരു ഒറ്റ നഗരമായി തീർന്ന കേരളത്തിൽ ഓണം ഇപ്പോൾ ട്രേഡ് ഫെയറുകളാണ്, വ്യാപാരോത്സവങ്ങളാണ്. പണ്ട് മുതിർന്നവർക്ക് വെളുത്ത മുണ്ടും കുട്ടികൾക്ക് മഞ്ഞ മുണ്ടും വാങ്ങിയാൽ മതിയായിരുന്നു. ഇപ്പോൾ ബർമുടയും മൊബൈൽ ഫോണുകളും വില കൂടിയ കാറുകളും മറ്റുമാണ് ആളുകൾക്ക് ആവശ്യം. നാടെങ്ങുമുള്ള പഞ്ചനക്ഷത്ര മാളുകളിൽ കാണുന്ന തിക്കും തിരക്കും അപകടകരമായ ഒരു വാണിജ്യ സംസ്കാരത്തിന്റെ സൂചനകളാണ് നൽകുന്നതെന്ന് പറയാതെ വയ്യ. ഇടത്തട്ടുകാരുടെ ക്രയവിക്രയ ശേഷി ഉയർന്നതോടെ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാണില്ലാതെ വരുന്നു. നമ്മൾ പഴയ ആഗ്രഹങ്ങൾ തീർക്കുകയാണ്. ഒരു പ്രതികാരം പോലെ എല്ലാവരും വേണ്ടതും വേണ്ടാത്തതുമായ സാധനങ്ങൾ
വാങ്ങിക്കൂട്ടുകയാണ്. നമ്മുടെ ആർത്തികൾക്ക് പരിധി നിശ്ചയിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് യാത്രയെന്ന് പറയേണ്ടി വരും. പണ്ട് ഈർക്കിൽ പമ്പരവും ബലൂണുകളും ഓലക്കിളികളും കുപ്പിവളകളും നിരന്നിരുന്ന പാവം ഓണച്ചന്തകൾ ഇന്നൊരു സ്വപ്നം മാത്രമായി തീർന്നിരിക്കുന്നു. രാക്ഷസ രൂക്ഷ വിഭ്രാന്തി നിൽക്കുന്ന ആനന്ദങ്ങൾ നമ്മളെ എവിടേക്കോ കൊണ്ടുപോവുകയാണ്. മാനവർ നമ്മൾ ഈ മണ്ണിൽ ജനിച്ച് മാമര പോലെ ധനം കുന്നുകൂട്ടി, എന്നിട്ടും എന്തേ മനസ്സിന് ശാന്തി എന്നും അകലെയായി മാറി നിൽപ്പൂ. ഒരു ചെറു പൂമ്പാറ്റ തൻ ചിറക്കിൽ ഒളിച്ചിരിപ്പൂ പ്രപഞ്ചത്തിൻ സത്യം എന്ന അക്കിത്തം കവിത ഓർമ്മ വരുന്നു. ഇപ്പോൾ ഓണത്തിനുള്ള പൂക്കൾ അതുപോലും വിപണിയിൽ നിന്ന് വാങ്ങണം. പക്ഷേ മാർക്കറ്റിൽ യഥാർത്ഥ ഓണപ്പൂക്കൾ പോലും കിട്ടുന്നില്ല. ചെത്തിയും മന്ദാരവും അരിമുല്ലയും ഒന്നും തമിഴ്നാട്ടിൽ നിന്ന് വരുന്നില്ല. നാട്ടുമ്പുറത്തെ പൂക്കൾ ഇപ്പോൾ കാണാനുമില്ല. ഇന്ന് മിക്ക വീടുകളിലും പൂക്കളങ്ങളുമില്ല. പൂക്കളങ്ങൾ പരസ്യങ്ങളിൽ മാത്രമാണുള്ളത്. പിന്നെ കാണുന്നത് മാവേലികളെയാണ്. സുമോ ഗുസ്തിക്കാരെ പോലെ തോന്നിപ്പിക്കുന്ന മാവേലി വേഷക്കാർ ഇങ്ങനെ കാഴ്ച വസ്തുക്കളായിട്ട് ഒട്ടുമിക്ക വ്യാപാരശാലകളുടെ മുമ്പിലും കാവൽ നിൽക്കുന്നുണ്ട്. ഈ കാഴ്ച ഒരു പരിധിവരെ സങ്കടകരവും അപഹാസ്യവുമാണ്. കച്ചവടത്തിന്റെ സുവർണകാലം കൂടിയാണ് ഓണം. സംസ്ഥാനത്ത് പലതരത്തിലുള്ള വിപണന മേളകൾ നടക്കുന്നുണ്ട്. പ്രധാന ഖാദി മേള തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ തുണിത്തരങ്ങൾക്ക് 30% സർക്കാർ റിബേറ്റ് നൽകുന്നുണ്ട്. കൂടാതെ സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1 ലക്ഷം രൂപ വരെ പലിശരഹിത ക്രെഡിറ്റിൽ തുണിത്തരങ്ങൾ വാങ്ങാവുന്നതാണ്. സപ്ലൈകോ സംഘടിപ്പിക്കുന്ന ഓണം മെഗാ ട്രേഡ് ഫെയറും കൺസ്യൂമർ ഫെഡിന്റെ സഹകരണ വിപണിയുമാണ് തലസ്ഥാനത്ത് ശ്രദ്ധേയമാകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രതിനിധി ശ്രീ റജു കോലിയക്കോട്. കിഴക്കേക്കോട്ട EK നായനാർ പാർക്കിലാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ നടക്കുന്നത്. സ്വകാര്യ സർക്കാർ വിഭാഗങ്ങളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഓണം മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റിലുള്ള സപ്ലൈകോ സ്റ്റാളിന് പുറമെ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുട്വെയറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളാണ് മെഗാ ട്രേഡ് ഫെയറിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ മാസം 25 വരെ രാവിലെ 10 മുതൽ രാത്രി 9 മണി വരെയാണ് മെഗാ ട്രേഡ് ഫെയർ പ്രവർത്തിക്കുന്നത്. ഓണസദ്യയ്ക്കാവശ്യമായ പ്രധാന ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി പ്രത്യേക ഗിഫ്റ്റ് കിറ്റുകളും സപ്ലൈകോ പുറത്തിറക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, വിവിധ ശബരി മസാലകൾ തുടങ്ങി 21 ഇനങ്ങളടങ്ങിയ അത്തം ഓണസമ്മാന കിറ്റ് 1000 രൂപയ്ക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ ലഭിക്കും. പരമാവധി വിൽപ്പന വില 1280 രൂപയുള്ള ഈ കിറ്റ് 280 രൂപ വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. 25 ഇനങ്ങൾ അടങ്ങിയ ഉത്രാട കിറ്റ് പരമാവധി വിൽപ്പനയിൽ നിന്നും 380 രൂപ കുറച്ച് 1500 രൂപയ്ക്കും 30 ഇനങ്ങളടങ്ങിയ പ്രീമിയം ഓണാഘോഷ കിറ്റായ തിരുവോണം കിറ്റ് 540 രൂപ വിലക്കുറവിൽ 2000 രൂപയ്ക്കും സപ്ലൈകോ നൽകുന്നു. ഇതിനു പുറമെ പുട്ടുപൊടി, സേമിയ, പായസക്കൂട്ട്, മുളകുപൊടി, മഞ്ഞപ്പൊടി തുടങ്ങി 9 പ്രീമിയം ശബരി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ശബരി സിഗ്നേച്ചർ കിറ്റ് 75 രൂപയിലധികം വിലക്കുറവിൽ 299 രൂപയ്ക്കാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് ലഭിക്കുക. പൊതുവിപണിയേക്കാൾ ഏകദേശം 30 മുതൽ 50% വരെ വിലക്കുറവിലാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണിയിൽ സാധനങ്ങൾ ലഭിക്കുന്നത്. പൊതുവിപണിയിൽ 1735 രൂപ വില വരുന്ന 13 ഇനങ്ങൾ 1042 രൂപയ്ക്ക് മേളയിലൂടെ ലഭിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഓണക്കാലത്ത് കൺസ്യൂമർ ഫെഡ് സംസ്ഥാനത്ത് 2000 സഹകരണ വിപണികളാണ് ഒരുക്കിയിരിക്കുന്നത്. കൺസ്യൂമർ ഫെഡ് സഹകരണ വിപണികളും ഈ മാസം 25 വരെ പ്രവർത്തിക്കും. വലിയ വിലയുള്ള വസ്തുക്കൾക്ക് ആകർഷകമായ മറ്റൊരെണ്ണം സൗജന്യമായി നൽകുന്ന തന്ത്രവും പൊതുവെ കാണാവുന്നതാണ്. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകൾ തുടങ്ങി ധാരാളം സാധനങ്ങൾക്ക് വിലക്കിഴിവ് കൊടുത്തുകൊണ്ടാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. യുവജനതയ്ക്ക് ഏറെ ആകർഷകമാകുന്നത് മൊബൈൽ ഫോണുകളാണ്. മികച്ച എക്സ്ചേഞ്ച് ഓഫറുകളാണ് പല കച്ചവടക്കാരും മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ മാസം തോറും വിഹിതങ്ങളായി തുക അടയ്ക്കുന്നതിനുള്ള സൗകര്യവും നിലവിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിർമ്മാതാക്കളും വിപണനക്കാരും ഓണക്കാലത്ത് ഉൽപ്പന്നങ്ങൾ പരമാവധി വിറ്റഴിക്കുന്നതിനുള്ള തിരക്കാണ്. വാഹന വിപണിയിൽ ഓണക്കാലത്ത് ധാരാളം വിലക്കിഴിവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലെ പീടികകളിൽ തിരക്കുകൂട്ടുന്ന ഗ്രാമീണ ജനത മിക്കവാറും നഗരപ്രദേശങ്ങളിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. ഓൺലൈൻ വ്യാപാരത്തിലും ഓണക്കാലത്ത് വർധനയാണ്. ഇതിൽ ആശങ്കയുണ്ടെന്ന് ചെറുകിട കച്ചവടക്കാരനായ ശ്രീ ചന്ദ്രകുമാർ.
ഇപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിലും ഈവന്റ് മാനേജ്മെന്റ് സംവിധാനത്തിലുമാണ് ശ്രദ്ധ ഊന്നുന്നത്. അതുകൊണ്ട് വ്യാപാര സമൂഹത്തിന് ആശങ്കയുണ്ട്. കാരണം ബിസിനസ്സുകളുടെ തകർച്ചയും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഓണാഘോഷത്തോടൊപ്പം തന്നെ വ്യാപാര സമൂഹവും ഈ ഓണത്തിൽ പങ്കുചേർന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരു സന്തോഷത്തിന്റെ ഉണർവിന്റെയും കാലമാണ്. കാരണം ജനങ്ങളുടെ പങ്കാളിത്തവും വ്യാപാര സമൂഹത്തിന്റെ പങ്കാളിത്തവും ഈ കാലഘട്ടത്തിൽ ഉണർവ് നൽകുന്ന ഒരു കാലമാണ്. ഈ ഓണ വ്യാപാരികൾക്ക് സംബന്ധിച്ചിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഓൺലൈൻ ബിസിനസിന്റെയും ഈവന്റ് മാനേജ്മെന്റിന്റെയും കടന്നുകയറ്റം ഒരു പരിധി വരെ അവരെ തളർത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബിസിനസ്സുകൾ വളരെ കുറയുന്നുണ്ട്, ചെറിയ ഉണർവ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഈവന്റ് മാനേജ്മെന്റ് ഓണം എന്ന് പറയുമ്പോഴേ എന്ത് വേണം, അത്തപ്പൂക്കളം വേണമെങ്കിൽ പാട്ടോട് കൂടി അത്തപ്പൂക്കളം റെഡി. ഇന്നത്തെ ഓണം ഈവന്റ് മാനേജ് ഓണമായിട്ട് മാറിയിട്ടുണ്ട്. പഴമയുടെ കൂട്ടായ്മ ഇന്ന് ഈ കാലഘട്ടത്തിൽ അന്യമായി നിന്നു പോകുന്നു. കാരണം എന്ന് വെച്ചാൽ അന്ന് കാരണവരും കുടുംബാംഗങ്ങളും ഒരുമിച്ച് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ആർക്ക് ജോലി ചെയ്യാൻ വയ്യാതെ ഓൺലൈൻ സദ്യ മേടിച്ചിട്ട് എത്ര വേണമെന്ന് പറയുന്നു, ആ സമയത്ത് വീട്ടിൽ വരുന്നു. ഓൺലൈൻ വ്യാപാരം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വെജിറ്റബിൾ വിപണികളെല്ലാം തകർച്ചയിലോട്ട് പോകും. കാരണം എന്ന് വെച്ചാൽ അതിന്റെ വില സ്ഥിരതയില്ലായ്മ. ഒരു സ്ഥാപനത്തിൽ തന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കുന്ന വമ്പൻ മാളുകൾ ധാരാളമായി പലയിടത്തും പുതുതായി എത്തുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും മാളുകളിലും കച്ചവടം സജീവമാകുന്നതോടെ തിരക്കിന്റെ സമയവും കൂടിയാണ്. വിലക്കിഴിവും കോംബോ ഓഫറുകളും ധാരാളമായി ലഭ്യമാകുമ്പോൾ ധാരാളം സാധനങ്ങളും വിറ്റഴിക്കപ്പെടുന്നു. മുമ്പ് ഓണക്കോടിയെടുത്ത് തച്ച് കിട്ടും വരെ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മിക്കവാറും എല്ലാവരും റെഡിമെയ്ഡ് വസ്ത്രത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. എങ്കിലും തയ്യൽ മേഖലയിൽ ഇന്നും പ്രവർത്തിക്കുന്നവരുണ്ട്. ശ്രീമതി ഗീതു: ഞാനൊരു ഹോം സ്റ്റിച്ചിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഓടി വരുന്നത് പൂക്കളം, ഓണസദ്യ ഒക്കെയാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓണത്തിന് ഏത് ഡ്രസ്സ് വെയർ ചെയ്യണമെന്ന്. എന്റെ കുഞ്ഞുനാളിൽ എന്റെ അമ്മയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു പഠിച്ചൊരു വ്യക്തിയാണ്. മുൻകാലങ്ങളിലൊക്കെ ഒരു ഓണത്തിന് 3 മാസം മുന്നേ തന്നെ മെറ്റീരിയൽസ് എടുത്തുകൊണ്ടുവന്ന് ആൾക്കാർ തയ്ക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വളരെ സ്റ്റിച്ചിങ് കുറവാണ്. സ്റ്റിച്ചിങ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, സ്റ്റിച്ചിങ് കുറവാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെയാണ്. ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് റെഡി ടു വെയർ ആയിട്ടുള്ള എല്ലാ ഐറ്റം ഡ്രസ്സും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എല്ലാവരും അതാണ് ചൂസ് ചെയ്യുന്നത്. ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ നമ്മുടെ ഈ വീട്ടമ്മമാർ ഈ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ വളരെ സ്റ്റിച്ചിങ് കുറവാണ്. അപ്പൊ നമ്മൾ ഓണത്തിനായിരിക്കും അല്ലേ നമ്മൾ കാത്തിരിക്കുന്നത്, ഒരു കുറച്ച് സ്റ്റിച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ കാത്തിരിക്കും. പക്ഷെ അത് വളരെ കുറവാണ്. നമുക്ക് കുറച്ച് ബിസിനസ് ഡള്ളാണ്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഐറ്റം ചിലപ്പോൾ നമ്മുടെ അളവിന് കിട്ടണമെന്നില്ല. മെറ്റീരിയൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ കിട്ടണമെന്നില്ല. ലൈനിങ്ങേ ഉണ്ടാകത്തില്ല. നമ്മളൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് ലൈനിങ് ഇട്ട് പെർഫെക്റ്റ് ആയിട്ട് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സാരി ഉടുത്ത ലുക്ക് നമുക്ക് കിട്ടും. മാറ്റണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന പെർഫെക്ഷൻ ഒരിക്കലും നമ്മുടെ ഓൺലൈൻ പർച്ചേസിന് കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക. ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പഠിച്ചിരിക്കുക. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അളവിനനുസരിച്ചുള്ള ഡ്രസ്സ് ആയിരിക്കില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാനെങ്കിൽ ഒരു നോളജ് നമ്മൾ പഠിച്ചിരിക്കുക. മികച്ച കമ്പോളമാണ് ഓണക്കാലത്ത് കേരളം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വഴിയോരങ്ങളിൽ വിൽക്കുന്ന വസ്തുക്കൾ ഗുണനിലവാരം പോലും നോക്കാതെയാണ് വാങ്ങുന്നത്. ഓരോ വസ്തുക്കളും ആവശ്യമാണോ എന്ന് അല്പം ചിന്തിച്ച ശേഷം വാങ്ങുന്നതാണ് നല്ലത്. ഉത്സവങ്ങളെല്ലാം സന്തോഷം തരുന്നവയാണ്. അതെല്ലാം ആഘോഷിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ അതിന്റെ പേരിൽ വീണ്ടും ഒരാലോചനയുമില്ലാതെ വാങ്ങുന്ന സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്നും കൂടി ചിന്തിക്കേണ്ടതാണ്. ഓണം എന്നതുകൊണ്ട് ആഘോഷങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു മഹത്തായ സങ്കല്പം കൂടി അതിലുണ്ട്. എല്ലാവർക്കും നീതി ലഭിക്കുന്ന, സമത്വവും സുന്ദരവുമായ നന്മകൾ വിളയുന്ന ഒരു നാട്. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിതുര. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.